സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറണോ 3 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 3 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. 3 കാര്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്, അടിവരയിട്ട് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് അതൊക്കെ. സൂറത്തുൻ നൂർ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الظالمون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. രണ്ടായത്ത് മാത്രമാണ് അല്ലാഹു പറയാ. وعد الله الذين آمنوا منكم وعملوا الصالحات. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾ, നിങ്ങളിൽ നിന്ന് സുകൃതം ചെയ്യുന്നതായ ആളുകളില്ലയോ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിതായ മുഅ്മിനീങ്ങളെ, സുകൃതങ്ങൾ ചെയ്യുന്നവരെ ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമസ്തഖലഫല്ലദീന മിൻ ഖബലിഹിം. നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചെങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം. നിങ്ങൾക്ക് അധികാരം വേണോ? അധികാരം തരാം. അധികാരമോഹിയാണോ? അധികാരം തരാം. അതല്ല, നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്ത് നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ? അത് തരാം. ഖുർആൻ പറയാണ്, അല്ലാഹു പച്ചയ്ക്ക് പറയാൻ, വ്യക്തമായി പറയാൻ, ليستخلفنهم في الأرض كما استخلف الذين من قبلهم. ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും അല്ലാഹു തരും. അല്ലാഹു പറയാണ്, وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَى لَهُمْ. ഈ ദുനിയാവിൽ ഭൗതികമായ ലോകത്ത് അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണോ? അതിനുള്ള സൗകര്യം വേണോ? ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുനിയാവിൽ സാധ്യമാക്കാം. നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുനിയാവിൽ തരാം. റാഹത്തായ ജീവിതം വേണോ? ഒരാൾ നിങ്ങളുടെ മെക്കിട്ട് കയറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് സാധിക്കണോ? തരാം, ഞാൻ തരാം. അല്ലാഹു പറയാൻ. അഥവാ ഒന്ന് അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു നിങ്ങളുടെ പ്രാതിനിധ്യം, നിങ്ങളുടെ അധികാരം നിങ്ങളുടെ കയ്യിൽ തരും. രണ്ടാമത്തത് തംകീനു ഫിദ്ദീൻ, ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും. ഈ ദുനിയാവിൽ ദീൻ പറയുന്നതിന്, വഅദിന്റെ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന്, പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന്, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നതിന്, വഅദിന്റെ സദസ്സുകൾക്ക്, സലാത്തിന്റെ മജ്ലിസുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ തരാം. അല്ലാഹു പറയാൻ, ഞാൻ തരാം. അല്ലാഹു വാഗ്ദാനം ചെയ്യാൻ. 3 وَلَيُبَدِّلَنَّهُمْ مِنْ بَعْدِ خَوْفِهِمْ أَمْنًا وَلَيُبَدِّلَنَّهُمْ مِنْ بَعْدِ خَوْفِهِمْ أَمْنًا. ഭയപ്പാടിന് ശേഷം നിർഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ? ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ? ആരെയും പേടിക്കാതെ, ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ? ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ?
അല്ലാഹു 3 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ? ഈ ദീനിന് സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ? ഭയമില്ലാത്ത ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകണോ? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം ഒന്ന് ആരാധിക്കണേ. സിനിമാ നടന്മാര്, തമ്പുരാക്കന്മാര്, സഹോദരിമാര്, നടിമാര് ഒരിക്കലും നിങ്ങൾ രാജാക്കന്മാരാക്കരുതേ. അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ. ആരാധന ഒരാൾ മാത്രമാണ്. അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ്. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി. അല്ലാഹു പറയാൻ, എന്നെ ഒന്ന് ആരാധിക്കണം നിങ്ങൾ. ഈ പറച്ചിൽ പോരാ, പരച്ചിലുകൊണ്ട് കാര്യമില്ല. ഞാൻ മുസ്ലിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം. അതിന് കുറച്ച് കാര്യമുണ്ട്. പള്ളി ബാങ്ക് വിളിച്ച പള്ളി വരണം. പള്ളിയുടെ മുറ്റത്ത് സിഗരറ്റ് ചീരണി വിളമ്പാറായോ എന്ന് വെച്ച് ചീരണി മാത്രം ആചാര്യ വാങ്ങിച്ചോണ്ട് പോവാ. പേര് മോമിൻ, ആധാർ കാർഡിൽ അല്ലാഹു മുളക്കാക്കട്ടെ. അപ്പൊ എന്താ കാര്യം? ഫായിദയില്ല. ബുദ്ധിമുട്ടുണ്ട്. റേഷൻ കാർഡിൽ മുസ്ലിം, ID കാർഡിൽ മാത്രം മുസ്ലിം, വിശേഷയില്ല. മുഹമ്മദ് എന്നുള്ള പേര് കൊണ്ട് മാത്രം കാര്യമില്ല. നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം. പള്ളിയിൽ ആചാരമുണ്ടോ? ഇല്ല. ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസുകൾ പോയിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ മാമാങ്കം കാണാൻ വേണ്ടി, സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് ഭേദഗതിയുടെ ബില്ല് ഇവിടെ പാസ്സായി പോയത്? എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങള്, മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ? തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ? വെള്ളിയാഴ്ച ജുമുഅ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ അതിന്റെ പിറകെ പോയല്ലേ? എവിടെയാണ് മുസ്ലിമീങ്ങൾ, എവിടെയാണ് എത്തിച്ചേർന്നത്? ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പേര് മുസ്ലിം, അല്ലാഹയെ വിശ്വസിക്കുന്നുണ്ട്, പറച്ചില് മാത്രം. നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണമെന്ന് പറയുമ്പോൾ നീ പുറകോട്ട് പോവാൻ അല്ലാഹു വെല്ലുവിളിക്കാൻ. അല്ലാഹു വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, 3 കാര്യങ്ങൾ നിനക്ക് ഞാൻ ഉറപ്പു തരാം. അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള്, ഭൂമിയിൽ നിനക്ക് അധികാരത്തിന്റെ ചെങ്കോല് വേണോ? നിന്റെ കൈവെള്ളയിൽ ഞാൻ വെച്ച് തരാം. വതംകീനു ഫിദ്ദീൻ, ഈ ദീനിൽ നിനക്ക് സൗകര്യപ്പെടുത്തി തരണോ? ഈ ലോകത്ത് നിന്റെ പൗരത്വം ചോദിച്ച് ഒരാളും ചങ്കൂറ്റം നിന്നോട് കാണിക്കൂല. നിനക്ക് ഈ ദീനിൽ സൗകര്യപ്പെടുത്തി തരണോ? മൂന്നാമതായി തബ്ദീലുൽ ഖൗഫ് ബിൽ അംൻ, നിർഭയത്വത്തോടുകൂടി നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കണോ? 3 കാര്യങ്ങൾ ഓഫർ നിനക്ക് നൽകാം. ഒരൊറ്റ കാര്യം നീ ചെയ്താൽ മതി. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെയും, ഒരു സിനിമാ നടനെയും, ഒരു തമ്പുരാക്കന്മാരെയും, ഒരു സിനിമാ നടിയെയും നീ ആരാധിക്കാൻ പോകണ്ട. ഒരു സീരിയൽ നടിയെയും നീ ആരാധിക്കാൻ പോകണ്ട. മാത്രം നീ ആരാധിക്ക്. ഇശാ മഗ്‌രിബിനിടയിൽ സൂറത്ത് യാസീൻ ഓതേണ്ടതിന് പകരം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യേണ്ടതിന് പകരം സൂറത്തുർ റഹ്മാൻ ഓതുന്നതിന് പകരം സൂറത്തുൽ വാഖിയ ഓതുന്നതിന് പകരം നീ പോകുന്നത് സീരിയൽ നടിമാരുടെ സീരിയലിന്റെ ലോകത്തേക്ക് നീ പോയി. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടിച്ചു, ബീവറേജിന്റെ മുന്നിൽ പോയി ക്യൂ നിന്നു, കഞ്ചാവടിക്കാൻ കൂട്ടുകാരുമായിട്ട് കൂട്ടുകെട്ടി. ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു. ജുമുഅയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ, ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയതാകുന്ന വെള്ളിയാഴ്ച സുദിനത്തിൽ തന്നെ ജുമുഅ കളഞ്ഞിട്ട് നീ എത്ര തവണയാ തിയേറ്ററിൽ പോയിരുന്നത്? നീ എങ്ങനെ മുസ്ലിമാകും? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എന്നെ മാത്രം നീ ഒന്ന് ആരാധിക്ക്. ഈ 3 കാര്യങ്ങൾ നിന്റെ കൈവെള്ളയിൽ ഞാൻ തരാമെന്ന് അല്ലാഹു പറയാ. ഏറ്റെടുക്കാൻ ചങ്കൂറ്റമുള്ള വാറ്റുപുഴയിലെ സഹോദരങ്ങളുണ്ടോ? മുസ്ലിമീങ്ങളുണ്ടോ? ചങ്കൂറ്റം വേണം ഏറ്റെടുക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റെടുക്കുന്നവന് ഒരു കുഴപ്പമില്ല, അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും. ഖുർആനല്ലേ, ഖുർആൻ വിശ്വസിച്ചൊന്നും പിന്നെന്തിനാ വിഷമിക്കുന്നത്? അല്ലാഹു പറയാൻ നീ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആരാധിക്കണം? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു, ചെറിയൊരായത്തിലൂടെ അല്ലാഹു ആ ആരാധനയുടെ കോലം പറയാ. അവിടെയാണ് വിഷയം. 3 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. 3 കാര്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ.
3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇബാദത്തിന്റെ മർമ്മപ്രധാനം അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണെന്ന് സഹാബി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി കൊടുത്തത് അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്നാണ്. അസ്സലാ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, നിസ്കാരം എന്ന് പറഞ്ഞില്ല. അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. ഇന്ന് മുസ്ലിമീങ്ങളിൽ അധിക ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സമയത്തല്ല. സുബഹി നിസ്കരിക്കുന്ന ളുഹറിന് തൊട്ടുമ്പോ പള്ളി വന്നിട്ട് യാ അല്ലാഹ് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ മുല്ലാക്കായ വിളിക്കുകയാണ്, വേഗം ബാങ്ക് വിളിച്ചോണം അസർ, ഇല്ലെങ്കിൽ ഭയങ്കര കലിപ്പ, കട്ടക്കലിപ്പ്, നേരെ പറഞ്ഞു വിടണം. അങ്ങനെ നമസ്കാരത്തിനൊരു ചിട്ടയില്ല അല്ലേ? ഖുർആൻ പറയുന്നു വഅഖീമുസ്സലാ, നമസ്കാരത്തെ നിലനിർത്തണേ. വഅഖീമുസ്സലാ, നമസ്കാരത്തെ നിലനിർത്തണേ, നിലനിർത്തണേ. നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലയോ, ഇന്നസ്സലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നമസ്കാരം സമയബന്ധിതമാണ് സഹാബ, സമയത്ത് നിർവഹിക്കണേ, നിർവഹിക്കണേ. നമസ്കാരം ഖളാ ആക്കരുത്, നമസ്കാരത്തെ ഗൗനിക്കണേ. മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, ചെറുപ്പക്കാര് സഹോദരിമാര് നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ സമയത്തല്ല, സമയത്തല്ല. രണ്ടാമതായി ഖുർആൻ പറയുകയാണ് വആതു സക്കാ, നിങ്ങളുടെ സക്കാത്ത് ഒന്ന് കൊടുത്തു വീട്ടണേ, കൊടുത്തു വീട്ടണേ. പാവങ്ങളുടെ താകുന്ന സദഖയാണ്, പാവങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടതായ സമ്പത്താണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് പിടിച്ചു വെക്കരുതേ, പിടിച്ചു വെക്കരുതേ. നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ സക്കാത്ത്, നിങ്ങളുടെ കച്ചവടത്തിന്റെ സക്കാത്ത് വർഷാവർഷം കണക്കെടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കൊടുക്കണേ. തീർന്നില്ല, വീണ്ടും പറയുകയാണ് വഅതീഉർ റസൂൽ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വഴിപ്പെടണേ, വഴിപ്പെടണേ. ആ റസൂലുള്ളാഹി നടന്നു നീങ്ങിയ വഴിയിലൂടെ നിങ്ങളൊന്ന് പോകണേ, പോകണേ. എന്നാൽ തീർച്ചയായും ലഅല്ലക്കും തുർഹമൂൻ, അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹി വഴി നടന്ന വഴിയിലൂടെയല്ലാതെ നിങ്ങൾ പോകരുതേ, പോകരുതേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അതുകൊണ്ടല്ലേ സ്വഹാബത്ത് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാര് വിളിക്കുന്നത് മുത്തബിയുസ് സുന്നയാണ്. ഈ മനുഷ്യൻ അബ്ദുള്ള എന്നാണ് പേര്, പക്ഷേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുത്തബിയുസ് സുന്നയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ്. റസൂലുള്ളാഹി നടന്ന വഴിയിലൂടെയല്ലാതെ നടക്കാത്ത മനുഷ്യനാണ്. റസൂലുള്ളാഹി പോയ വഴിയിലൂടെയല്ലാതെ പോകാത്ത മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കഴിച്ചത്, ഏത് രീതിയിലാണോ കഴിച്ചത്, എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത്, എങ്ങനെയാണ് കടന്നത്, അതെല്ലാം കറക്റ്റായി ശീലിച്ച മഹാനാണ്. അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കുതിര എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യവേ ദവ്വറനാഖതഹു, ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് തന്റെ കുതിരയെ റൗണ്ട് ചെയ്യിക്കുകയാണ്. കൂട്ടുകാർ ചോദിക്കുകയാണ് ലിമ ദവ്വറതനാഖതക യബ്ന ഉമറ, അല്ലേ ഇബ്നു ഉമറേ, ഇബ്നു ഉമറേ, നിന്റെ ഒട്ടകത്തെ എന്തിനാണ് ഇവിടെ റൗണ്ട് ചെയ്യിച്ചത്? ഇവിടെ റൗണ്ട് ബോർഡില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ റൗണ്ട് ചെയ്യിച്ചത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ലമ്മാ സഫറതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞാൻ ഒരിക്കൽ ഇതേ സദസ്സിലൂടെ യാത്ര ചെയ്യവേ ദവ്വറനഖതഹു, എന്റെ ഹബീബ് അവിടുത്തെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല റസൂൽ എന്തിനാണ് റൗണ്ട് ചെയ്യിച്ചതെന്ന്, അതുകൊണ്ട് ഞാനും അതേപോലെ ചെയ്യുകയാണ്. ഇത് നേരെയുള്ള വഴിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ ഹബീബ് ഇതേ സ്ഥലത്തിലെ പോയിന്റിലെത്തിയപ്പോ ഒട്ടകത്തെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ആ സുന്നത്തിന്റെ മരണം വരെ കൊണ്ടുവരികയാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഈ ഒരു ശൈലിയാണ് മുസ്ലിമത്തെ
നിന്റെ ജീവിതത്തിൽ വരേണ്ടത്. ഒരാളെയും നീ പിൻപറ്റേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത് നീ ഒന്ന് ഹയാത്താക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സ്നേഹിക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സ്നേഹിച്ചതുപോലെ, അലിയാർ തങ്ങളെ സ്നേഹിച്ചതുപോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പ്രേമിച്ചതുപോലെ ഒന്ന് അനുരാഗം വെച്ച് പുലർത്തണേ. സലാത്ത് ചൊല്ലി ചൊല്ലി മദീനയിലെ രാജകുമാരനെ ഒന്ന് ഒരു വേളയെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ കാണണേ. അല്ലാഹുവേ, ഈ സദസ്സിന് തൗഫീഖ് നൽകുന്നതാക്കണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകുന്നതാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം നോട്ടീസ് വായിച്ചപ്പോൾ വലിയ സന്തോഷം. 61 കോടിയോളം സലാത്താണ് അൽഹംദുലില്ലാഹ് അജ്വയുടെ പ്രവർത്തകരെ കാരണമായിട്ട് 6000-ഓളം വരുന്നതാകുന്ന വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ട് അവരെ ചെയ്തു തീർത്തത്. ഓരോ ദിവസവും 300-ഉം 400-ഉം 1000-ഉം 10,000-ഉം ലക്ഷമൊക്കെ ചെല്ലി 60 കോടിയോളം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കളിയാണോ? അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അതിൽ പ്രാപ്തരാക്കണം. 10 വയസ്സുള്ള കുട്ടിക്ക് ചെല്ലിയ സലാത്തിന്റെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 13 ലക്ഷത്തിന് മുകളിൽ സലാത്ത്. ചെറിയ കുട്ടികൾ ചെല്ലാണ് 13 ലക്ഷത്തിന് മുകളിൽ സലാത്ത്. നമ്മളോർക്ക് ഈ സലാത്തൊക്കെ നമ്മൾ കൊട്ടപ്പടി ചെല്ലി അവിടെ എത്തുമ്പോൾ നമ്മളങ്ങനെ വലിയ സലാത്തിൽ ഒന്നുമല്ല. ഇതിനേക്കാളൊക്കെ കോടിക്കണക്കിന് സലാത്തുകൾ ചെല്ലുന്ന അല്ലാഹുവിന്റെ റസൂലിനെ വലിയ ഇഷ്ടപ്പെടുന്ന മുഹബ്ബീങ്ങൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. മനസ്സിലാക്കണം. ഈ സമയത്ത് ഒരു 100 സലാത്ത് പോലും ഡെയിലി ചെല്ലാത്ത, ഇല്ലെങ്കിൽ സലാത്ത് ഇന്ന് വരെ ഒരു 10 എണ്ണം തികച്ചിരുന്ന് മാന്യമായി ചെല്ലി തീർക്കാത്ത യുവാക്കളും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഒരു നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് സലാത്തുകൾ നമ്മൾ ചെല്ലിവരാണ്. നമ്മൾ ഈ അജ്വാ സലാത്ത് മജ്ലിസ് ഇല്ല എങ്കിൽ, ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ സത്യത്തിൽ നമുക്കൊക്കെ ഒന്ന് ഒരുമിക്കാൻ കഴിയും. റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ ഈ സലാത്ത് ഇല്ലോ. നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യമാണ് കൈവന്നിരിക്കുന്നത്, ചെറിയ നേട്ടമല്ല. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. കാരണം ഈ ഒരു കൂട്ടായ്മ ഇല്ലാത്തതാകുന്ന ജനകോടികൾ സലാത്ത് എന്ന് പറയുന്ന പരിസരത്ത് പോലും പോകാത്ത, ഞാൻ ഈ പറയുന്നത് പോലെ അവഗണന വെക്കുന്ന ധാരാളം ആളുകളുണ്ട്. സലാത്ത് ഇല്ലെന്നുണ്ട്. അവിടെ 10 സലാത്ത് കഴിയും, നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേക്കുവാണെങ്കിൽ അല്ലാഹ് അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എങ്കിൽ, അതിലെല്ലാം വിഭിന്നമായി എനിക്കെന്റെ റസൂലുള്ളാഹിന്റെ ഇഷ്ടം വേണം, എനിക്കെന്റെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബിൽ ചേരണം, എനിക്ക് റസൂലുള്ളാഹിയെ പ്രേമിക്കണം, എനിക്ക് റസൂലുള്ളാഹിയോടൊപ്പം നാളെ എത്തിച്ചേരണം, റസൂലുള്ളാഹിന്റെ ലിവാഉൽ ഹംദ് എന്ന കൊടിക്കീഴിൽ അണിനിരക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊണ്ട് ഹൗദുൽ കൗസർ മതിവരോളം നുകരണമെന്നുള്ള വലിയ മുഹിബ്ബായ ആശിഖായ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റേതാകുന്ന സലാത്തുൽ അൻസിയ ചൊല്ലിയിട്ട് സലാത്ത് ചെല്ലി ധാരാളം സഹോദരിമാര്, ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുപോയിട്ടുണ്ട്. ഇത്ര ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ വീണ്ടും വീണ്ടും കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ സദസ്സിനെ നിദാനമാക്കണേ അല്ലാഹ്, നീ നിദാനമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി നൽകിയതാകുന്ന ബഹുവന്യരായ ഉസ്താദ്, അല്ലാഹു പരിപൂർണമായ ശിഫ നസീബാക്കണേ അല്ലാഹ്, പരിപൂർണമായ മോചനം നൽകണേ അല്ലാഹ്. ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ കൂടി വരുകയാണ്. കാഴ്ചകൾ പരിപൂർണമായി നഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാ. അല്ലാഹു ഉസ്താദിന് കാഴ്ചശക്തി ശിരിത്തു കൊടുക്കണേ അല്ലാഹ്, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാഹ്, ചിന്താശക്തി നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയതാകുന്ന സഹോദര സഹോദരിമാര് ഒരുമിച്ച് കൂടി മജ്ലിസാണ് അല്ലാഹ്. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഇതിന്റെ മിസ്ല സവാബെല്ലാം ഞങ്ങൾ ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാഹ്. പുന്നാര ഹബീബിലേക്ക് ഹദിയ ചെയ്തിട്ട് ഞങ്ങൾ ദുആ ഇരക്കുന്നു. അല്ലാഹു ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഇതിനെ കാരണമായ അജ്വയുടെ മുഴുവൻ പ്രവർത്തകരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആഖിറത്തിൽ ഇതിന് തത്തുല്യമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു പൈസ പോലും ആരോടും ആഗ്രഹിച്ചിട്ടല്ല, റസൂലുള്ളാഹിന്റെ പൊരുത്തം എല്ലാവർക്കും കിട്ടട്ടെ. കാരണം റഹ്മത്തുൽ ലിൽ ആലമീനാണ്, റാഹത്തുൽ ലിൽ ആശിഖീനാണ്, മുറാദുൽ മുസ്താഖീനാണ്, ശംസുൽ ആരിഫീനാണ്, സിറാജുസ് സാലിഖീനാണ്, മുഹിബ്ബുൽ ഫഖറാഇ
പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകുന്നവനാണ്. എല്ലാവരെയും ഇഷ്ടം വെക്കുന്ന പ്രവാചകനാ. ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിലേക്ക് സർവരും എത്തട്ടെ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന്മേൽ പടുത്തുയർത്തിയ സലാത്താണ്. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് നവാസ് എന്ന പ്രിയപ്പെട്ട സുഹൃത്തടക്കം സർവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എല്ലാ സഹോദര സഹോദരിമാരോടും, വലിയ തുകയൊന്നുമല്ല, നമുക്ക് ഈ സദസ്സിന്റെ ചെലവുകൾ, ഇത്രയേറെ കസേരകളുണ്ട്, ഈ മൈക്ക് സെറ്റിന്റെ ഒക്കെ ചെലവ് നടന്നു പോകാൻ വെറും 1000 രൂപ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, എല്ലാവരും ഒന്ന് കൈയുയർത്തിക്കാരാ എന്ന് പറഞ്ഞ് അല്ലാഹു കബൂലാക്കട്ടെ. ഒന്ന് വേഗം ഒന്ന് എഴുതിക്കോളി. ഈ പറയുന്ന മോമിനീങ്ങളുടെ ഒക്കെ പേര് എല്ലാവരും അതിൽ ഭാഗവാക്കാക്കണം. ഒരാളും അതിലൊന്നും ഒഴിയരുത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. കേട്ടോ, നമുക്ക് ദുആയിലേക്ക് കിടക്കാം. സ്ത്രീകളുടെ ഭാഗത്തും വാലണ്ടിയേഴ്സ് ഒന്ന് വേഗം ഇൻഷാ അല്ലാഹ് എല്ലാ വരിയിലും ചെന്നിട്ട് ആ ഓരോ ഉമ്മമാരുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി കൊടുക്കേ. അല്ലാഹു കബൂലാക്കട്ടെ. പുഞ്ചിരി തന്നെ സ്വതക്കയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ നിങ്ങളൊന്ന് പുഞ്ചിരിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അവർ തിരിച്ച് നല്ലൊരു സ്വതക്ക പറയും. 1000 രൂപ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ്. അതിൽ കൂടുതലൊന്നും ആരും ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഒന്ന് 1000 പറഞ്ഞാൽ മതി. അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും ഒന്ന് പറയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഒന്ന് വേഗം അവിടെ കൈ ഉയർത്തിയവർ ഇങ്ങോട്ടൊന്നും, ഒരാൾ ഇവിടെ നിൽക്കും, ഒരാൾ ആ മൂലയ്ക്ക്, ഒരാൾ ബാക്കിലും. വേഗം ഒരു 4-5 പേര് വേഗം. അതാണ് അവിടെ കൈ ഉയർത്തുന്നവരുടെയൊക്കെ പേര് വേഗം എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിക്കണം. വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തൊന്ന് വേഗം. നിങ്ങൾ ഒരിടത്ത് നിൽക്കണ്ട, റക്കീബ് എത്തി നിൽക്കുന്നവർ അങ്ങോട്ട് ഓടി നടന്നോളി. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലായിടത്തും നിൽക്കും, മാറി അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അല്ലാഹുവേ, ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നൽകണേ അല്ലാഹ്. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കച്ചെല്ലണേ സലാത്തെല്ലാം മടിക്കേണ്ടതില്ല. മദ്ഹറുല്ലത്തമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ശഫീഉൽ മുദ്നിബീനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേൽ സലാത്ത് ചെല്ലണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഞങ്ങളുടെ സലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. എത്ര താല്പര്യത്തോടു കൂടിയാണ് ഈ സദഖകൾ പറയുന്നത്. അവരെ ഒരാളെയും നീ ഖൈബാക്കല്ല റബ്ബേ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ആശിഖീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഹബ്ബീകൾ ചേർത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ലിവാഉൽ ഹംദ് എന്ന കൊടിക്കീഴിൽ മുത്തുനബിയോടൊപ്പം ഒരുമിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗ്ഗം പുൽകാ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വേഗം പറയും ഇൻഷാ അല്ലാഹ്. പറഞ്ഞവരുടെ പേര് കൊണ്ടുവരും. വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വേഗം BM ബഷീർ 1000, റസാഖ് അഞ്ചൽപ്പെട്ടി 1000. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. സുധീർ കിളിയനാൽ 1000. അതുപോലെ തന്നെ നാസർ 1000. അൽഹംദുലില്ലാഹ്. മുജീബ്, ഫൈസൽ, നസീർ, OM. അൽഹംദുലില്ലാഹ്. പോരെ ഓരോരുത്തരും കൊടുക്കേണ്ടതാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പറഞ്ഞ സഹോദരങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ റബ്ബേ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. എല്ലാ നിഅമത്തുകളും നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. വയസ്സായ ഒരു ഉമ്മാക്ക് ദ്വാരക്കാൻ 1000 രൂപ, സന്താന സൗഭാഗ്യത്തിന് 1000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. പ്രായം ചെന്നതായ ഉമ്മ നൽകിയ സദഖയാണ്, നീ കബൂലാക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്ര കാലമായി ജീവിക്കുന്ന സഹോദര, 30 വയസ്സായ
വയസ്സായി, 40 വയസ്സായി, 50 വയസ്സായി, 60 വയസ്സായി. ഉസ്താദേ, ഇന്ന് വരെ നിന്റെ ഹബീബിനെ നീ ഒന്ന് കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ ഈ ലോകത്ത് നിന്ന് പോകുക എത്ര മോശമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ടുപോയ മുഖമല്ലയോ? ഇമാം തിർമിദി പരിചയിച്ച മുഖമല്ലയോ? ഇമാം അബൂ ദാവൂദ് കണ്ട മുഖമല്ലയോ? ഇമാം ഇബ്നു മാജ കണ്ടുപോയതല്ലയോ? ഇബ്നു ഹജറുൽ അസ്കലാനി കണ്ടുപോയതല്ലയോ? ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു കണ്ടുപോയതല്ലയോ? മമ്പുറം തങ്ങൾ കണ്ടതല്ലയോ? സിഎം വലിയുള്ള കണ്ടതല്ലയോ? എന്തേ മനുഷ്യ, നിനക്ക് തൊട്ടു മുമ്പുള്ള യുഗങ്ങളിൽ വരെയുള്ള എല്ലാ മഹത്തുക്കളും കണ്ടുപോയി, എന്തേ നിനക്ക് കാണാൻ പറ്റാതായി പോയത്? നീ പറയാറുണ്ട് എന്റെ ഉസ്താദ് വലിയ മനുഷ്യനാണ്, അദ്ദേഹം ഉറപ്പായിട്ടും റസൂലുള്ളാഹിയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവരെ, റസൂലുള്ളാഹിയെ കാണാൻ നിനക്കെന്തേ പടച്ച റബ്ബ് കാഴ്ച നൽകാത്തത്? നിന്റെ ജീവിതത്തിൽ സലാത്തിന്റെ കുറവാണ്, നിന്റെ ജീവിതത്തിലുള്ള സദഖയുടെ കുറവാണ്, നിന്റെ ജീവിതത്തിൽ നമസ്കാരത്തിന്റെ കുറവാണ്, നിന്റെ ജീവിതത്തിലുള്ള സക്കാത്തിന്റെ കുറവാണ്. നിനക്ക് റസൂലുള്ളാഹിയോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് ഖൽബിൽ നിന്ന് നാവിലൂടെ പുറത്തേക്ക് വരണേ. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ അല്ലാത്ത സമയത്തുമൊക്കെ സലാത്ത് ചൊല്ലി ചൊല്ലി റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് എത്താൻ നിന്റെ മനസ്സ് കൊതിക്കണേ. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു കൊതിച്ചതുപോലെ, മഹത്തുക്കൾ കൊതിച്ചതുപോലെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊതിച്ചതുപോലെ, ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് കൊതിച്ചതുപോലെ, മരിദൽ ഹബീബ് ഫസുറുതുഹു ഫമരിൽതു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബ് ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, രോഗിയായി എന്റെ റസൂൽ രോഗിയായി എന്നറിഞ്ഞപ്പോ ഞാൻ എന്റെ ഹബീബിനെ കാണാൻ മദീനയിലേക്ക് ചെന്നു. ആ റസൂലുള്ളാഹിയെ കണ്ടപ്പോൾ റസൂലുള്ള രോഗിയാണെന്നറിഞ്ഞപ്പോ എനിക്ക് മാരകമായ രോഗം പിടിപെട്ടു, എനിക്ക് സുഖമില്ലാത്ത അവസ്ഥയായി, പനി പിടിച്ച് കിടക്കുന്ന എന്നെ കാണാൻ റസൂലുള്ള വന്നു. ശിഫയായ റസൂലുള്ള എന്നെ കാണാൻ വന്നപ്പോ ശുഫിയൽ ഹബീബ് ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ കാണാൻ വന്നു. റസൂലുള്ളാഹിന്റെ മുഖമൊന്ന് കണ്ടപ്പോ എന്റെ രോഗം പാടെ ശമനമായി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. അല്ലാഹു ആ സ്നേഹം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. CK ജലീൽ പുറത്തൂർ 1000 അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. സന്താന സൗഭാഗ്യത്തിന് ഒരു സഹോദരി നൽകി, അല്ലാഹു സാലിഹായ സന്താനത്തെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മകളുടെ കല്യാണം കടമില്ലാതെ നടക്കാൻ അൽഹംദുലില്ലാ 1001 സുധീർ ആനക്കപ്പെട്ടിപ്പറമ്പിൽ. അല്ലാഹുവേ, ഖൈറായ നിലയ്ക്ക് മകളുടെ കല്യാണം നീ നടത്തി കൊടുക്കണേ അല്ലാ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ അല്ലാ. സുധീർ ക്ലിയനാൽ പറഞ്ഞല്ലോ. പിന്നെ ആദം അതുപോലെ KB മുഹമ്മദ് കമ്പനിപ്പടി. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളും വ്യതകളും മാറ്റി കൊടുക്കണേ റബ്ബേ. സഹോദരിമാരെ, ഒരുപാട് പണമല്ല ചോദിച്ചത്, നാളെ ആഖിറത്തിലേക്കൊന്ന് രക്ഷ കിട്ടണം. ഈ ദുനിയാവിൽ കുറഞ്ഞ ലോകമാണ് നമുക്കുള്ളത്. മാരകമാകുന്ന ക്യാൻസർ വന്നിട്ടല്ല നീ സ്വതക്ക കൊടുക്കേണ്ടത്. ഇന്ന് പല ആളുകളും സ്വതക്ക കൊടുക്കാൻ കടന്നു വരുന്നത് ക്യാൻസർ വന്നു പോയി ഉസ്താദേ, എന്റെ അവയവങ്ങൾക്ക് ക്യാൻസറാണ്, ബ്രസ്റ്റിന് ക്യാൻസറാണ്. എത്രയോ സഹോദരിമാരുണ്ട്, യൂട്രസിൽ മുഴ വന്ന സഹോദരിമാര്, കൈകാലുകൾ വേദന കൊണ്ട്, തരിപ്പ് കൊണ്ട്, നടുവേദന കൊണ്ട്, ഡിസ്ക് പ്രോബ്ലം കൊണ്ട് മാരകമായി ബുദ്ധിമുട്ടുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. മാരകമാകുന്ന ക്യാൻസർ വന്നിട്ടല്ല, ബുദ്ധിമുട്ടുകൾ വന്നിട്ടല്ല നീ സദഖ കൊടുക്കേണ്ടത്. അസ്സദഖത്തു റദ്ദുൽ ബലാ. ഏത് പള്ളിയുടെ മുറ്റത്തുമുണ്ടോ ഒരു പള്ളിക്കുറ്റി, ആ പള്ളിക്കുറ്റിയിൽ ദാനം വിപത്തിനെ തടയുമെന്ന ഡയലോഗ് എഴുതി വച്ചിരിക്കുന്നു. ഇത് വെറുതെ എഴുതിയ ഡയലോഗല്ല, ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഡയലോഗാണ്.